നമ്മളോട് ആദ്യം പറഞ്ഞത് ആരാണെന്ന് അറിയോ? ഫെനി നൈനാനാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ ഒരു പോസ്റ്റ് ഇന്ന് രാവിലെ ആ കോടതി വിധി വന്ന ഉടനെ ഫെനി നൈനാന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ന് മാധ്യമങ്ങളിൽ വരാനിടയില്ലാത്ത ഒരു വാർത്ത നിങ്ങളോട് പറയാനാണ് ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ കോടതി വിധികൾ ഉണ്ടായാൽ ഇതൊന്നും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് അവരുടെ വാർത്തയല്ലത്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കൊടുത്താൽ ഒന്നും വാർത്തയില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ വരുന്ന കള്ളപ്പരാതികൾ പോലും ഇവർ ദിവസങ്ങളോളം ചർച്ച ചെയ്ത് രാഹുൽ മാങ്കൂട്ടം ലോകത്തെ ഏറ്റവും വലിയ പെണ്ണുപിടിയനാണ്, ലോകത്തെ ഏറ്റവും വലിയ സൈക്കോപാത്താണ്, ലോകത്തെ ഏറ്റവും വലിയ ലൈംഗിക വൈകൃതക്കാരനാണ് എന്നൊക്കെ ഇവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ അർദ്ധരാത്രിയോളം ചർച്ച ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വിധി ഉണ്ടായാൽ ഈ പറയുന്ന ചാനലുകൾ, പ്രത്യേകിച്ചും കൈരളി ചാനല്, റിപ്പോർട്ടർ ചാനൽ പൂട്ടാൻ പോവുകയാണ്. അത് വേറൊരു കാര്യം. മാത്രമല്ല എല്ലാ ചാനലുകളും, മനോരമയാവട്ടെ, മാതൃഭൂമിയാവട്ടെ, ഏഷ്യാനെറ്റ് ആവട്ടെ, എല്ലാവരും രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ സ്ത്രീ പീഡകനാണെന്നുള്ള രീതിയിൽ അനുകൂലമായ വിധി ഉണ്ടായാൽ പോലും അക്കാര്യം റിപ്പോർട്ട് ചെയ്യില്ല. അതാണ് ഫെനി നൈനാൻ തന്റെ പോസ്റ്റിൽ പറയുന്നത്. ഇന്ന് മാധ്യമങ്ങളിൽ വരാനിടയില്ലാത്ത ഒരു വാർത്ത നിങ്ങളോട് പറയാനാണ് ഈ പോസ്റ്റ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്ത ഉണ്ടായിരുന്നു. രാഹുലിന് നിർണായകം. ഇവരങ്ങനെ പറയും. കോടതി വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് പറയും രാഹുലിന് നിർണായകം, രാഹുൽ തീർന്നുപോയി, നിർണായകം. അവസാനം വിധി രാഹുലിന് അനുകൂലം. മിണ്ടാട്ടില്ല, എല്ലാവരുടെ വായും പഴമാണ്. അപ്പോഴാണ് ഫെനി നൈനാൻ പറയുന്നത്, സുപ്രീം കോടതിയിൽ ഒന്നാമത്തെ പരാതിക്കാരി ഹൈക്കോടതി രാഹുലിന് നൽകിയ ജാമ്യം തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് കൊടുത്ത ഹർജി പരിഗണിക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. എന്നിട്ടോ സുപ്രീം കോടതി പരാതിക്കാരി കൊടുത്ത ഹർജി ഇന്ന് ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. അതാണ് ഇന്ന് സംഭവിച്ചത്. ഫയലിൽ പോലും സ്വീകരിക്കാതെ സുപ്രീം കോടതി ആ പരാതി തള്ളിക്കളഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം അങ്ങനെ റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ഏറ്റവും വലിയ എന്താ പറയാ പോസിറ്റീവായ കാര്യം സുപ്രീം കോടതി വരെ പറയുന്നു മുൻകൂർ ജാമ്യം കൊടുത്തത് അങ്ങനെ റദ്ദ് ചെയ്യാൻ പറ്റില്ല, അതിന് മാത്രം വലിയ പാപമൊന്നും രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരാണ് സുപ്രീം കോടതിയാണ്. പക്ഷെ അത് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുകൊണ്ടാണ് ഈ ഒന്നാം പരാതിക്കാരി സുപ്രീം കോടതി പോയത്. അന്ന് ഈ വാർത്ത